ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ കൃപ തരുന്ന നല്ലവനായ ദൈവത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ നമ്മൾക്ക് ആരംഭിക്കാം. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ നമ്മോട് പറയുന്നത് മാനുഷികമായ ബുദ്ധിയിൽ നിന്ന് കടന്നു വരുന്ന പ്രവചനങ്ങളെയാണ്. പ്രവചനങ്ങൾ 3 തരത്തിലുണ്ട്. 1 പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്നവ, 2 മാനുഷികമായ ബുദ്ധിയിൽ നിന്ന് കടന്നു വരുന്നത്, 3 പൈശാചികമായ ചിന്തയിൽ നിന്നും കടന്നു വരുന്നത്. നമ്മൾ ഇത് തിരിച്ചറിയുന്നത്, ഇതേത് ആത്മാവിൻ്റെ നിന്നാണ് എന്ന് നാം തിരിച്ചറിയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് ഓരോ പ്രവചനങ്ങളും എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് ഉത്കർഷത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഇടവെത്തുന്നതായിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ജെർമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, തങ്ങളുടെ പ്രവചനങ്ങൾ കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവചനങ്ങൾ പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അവർ പ്രവചിക്കുന്നത് കർത്താവിൻ്റെ വചനം കൊണ്ടല്ല, തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തി കൊണ്ടാണ്. മനസ്സിൻ്റെ വിഭ്രാന്തി മൂലം പലരും പലതും പറഞ്ഞു പിടിപ്പിക്കും. അത് തങ്ങളുടെ തന്നെ മോഹവും വിഭ്രാന്തിയുമാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല. ചിലർ അവരെ മർക്കടമുഷ്ടി കൊണ്ട് തങ്ങളെ തന്നെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴും അത് നല്ലതാണ് എന്ന് പറയുന്ന പ്രവാചകരെയും നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ജെർമിയ പ്രവാചക പുസ്തകം 23-ാം അധ്യായം 17-ാം തിരുവചനത്തിലൂടെ നമ്മൾ കാണുക. പ്രിയ സഹോദരങ്ങളെ, വലിയ കുഴപ്പമില്ലാതെ ഒരു സിമൻറ്റ് കട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, അവർ ഒരു ശുശ്രൂഷകനെ പോയി കണ്ടു. ശുശ്രൂഷൻ പറഞ്ഞു, സിമൻറ്റ് കട നന്നായി മുന്നോട്ട് പോയിക്കോളൂ. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് അവർ മണിക്കൂറുകൾ മുന്നോട്ട് പോയി. പെട്ടെന്ന് തന്നെ സിമൻറ്റ് കട പൂർണ്ണമായും അടച്ചുപൂട്ടേണ്ടതായിട്ട് വന്നു. മാനുഷികമായ ചിന്തകളിൽ നിന്ന് കടന്നു വന്ന ഒരു പ്രവചനമായിരുന്നു അത്. ഇത് അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എങ്ങനെയാണ് ദൈവത്തിൻ്റെതിൽ നിന്ന് തിരിച്ചറിയപ്പെടുക എന്ന്. കർത്താവേ, യഥാർത്ഥമായ പ്രവചനങ്ങൾ അങ്ങിൽ നിന്ന് സ്വീകരിക്കാൻ തക്കവിധം ഓരോ മക്കളുടെയും ഹൃദയം തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ നിറയ്ക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കപ്പെടുവാനും ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വരം കേട്ടുകൊണ്ട് അത് സമൂഹത്തിന് നന്മ വരുത്തുവാൻ തക്കവിധം പ്രവചനമായി കർത്താവെ, നീ നിൻ്റെ ആത്മാവിനെ അയച്ച് പ്രവർത്തിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നേ ദിവസം തൊണ്ടയ്ക്ക് അസ്വസ്ഥതയുള്ള ടോൺസിലൈറ്റിസ്, തൊണ്ടയിൽ ക്യാൻസർ രോഗങ്ങൾ, തൊണ്ടയിൽ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ എന്നീ രോഗത്താൽ പീഡ അനുഭവിക്കുന്നവരെ ഈശോയെ നിൻ്റെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. നിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ആ മക്കളെ നീ സ്പർശിക്കണമേ, പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് നയിക്കണമേ. തൊണ്ടയുടെ അസ്വസ്ഥതകളും എല്ലാവിധ രോഗപീഠകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് ഡെങ്കിപ്പനി മൂലം വേദനിക്കുന്ന ഒരു സഹോദരിയെ ദാസൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 3-4 ദിവസമായി പനി കുറഞ്ഞെങ്കിലും വീണ്ടും ശക്തി കൂടിക്കൊണ്ടിരിക്കുക. പത്രോസിനെ അമ്മായിമ്മയുടെ പനിയെ ശാസിച്ച് പുറത്തയക്കിയ മിശിഹായെ, ഈ നിമിഷം തന്നെ മകളുടെ രോഗത്തിലേക്ക് നീ കടന്നു വന്ന് ആ മകളെ ബാധിച്ചിരിക്കുന്ന തിന്മയുടെ അരൂപിയെ അല്ലെങ്കിൽ രോഗാണുക്കളെ നിർവീര്യമാക്കി
ആ മകളെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തണമേ എന്ന് ദാസം പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ഇപ്പോൾ പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗാണുക്കളെ നിർവീര്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയെ ആശ്രയം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.